നമ്മൾ ഇന്ന് മാഹി പള്ളിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ ഓക്കെ ബൈ. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ മാഹി പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഞാനും മക്കളുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മെഴുകുതിരിയൊക്കെ വാങ്ങി നമ്മൾ പള്ളിയുടെ അകത്തേക്ക് പോകാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഈ സെന്റ് തെരേസ ദേവാലയത്തെ ബസിലിക്കയായി പ്രഖ്യാപിച്ചിട്ട് 2 വർഷമായിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഇങ്ങനെ നെഞ്ചിലേറ്റുന്ന ഒരു ഉത്സവമാണ്. ഒക്ടോബർ 5 മുതൽ 22 വരെയാണ് ഇവിടുത്തെ ആഘോഷം. 14, 15 തീയതികളിലൊക്കെ ഇവരുടെ ശയനപ്രദക്ഷിണവും നഗരപ്രദക്ഷിണവും ഒക്കെ നടക്കുന്നുണ്ട്. അമ്മ മറിയാമ്മയുടെ തിരുസ്വരൂപം തൊട്ടു വണങ്ങുകയാണ് എല്ലാവരും. അവിടുന്ന് നമ്മൾ പള്ളിയുടെ പുറത്തേക്കാണ് പോയിരിക്കുന്നത്. അവിടെ മുല്ലപ്പൂവും കുരുമുളകും അരിവറുത്തതുമാണ് അവരുടെ പ്രസാദം. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ച് മുല്ലപ്പൂവൊക്കെ തലയിൽ ചൂടി നമ്മൾ അടുത്തത് മെഴുകുതിരി കത്തിക്കാനാണ് പോയത്. പിന്നീട് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അവിടെ അണഞ്ഞു പോയിരിക്കുന്ന ഒരുപാട് മെഴുകുതിരി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അവിടുന്ന് കത്തിച്ചിരുന്നു. അവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളും സാധനങ്ങളും അടങ്ങിയ ചന്തകളാണ് പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കോഴിക്കോടൻ ഹൽവയാണ്. പല കളറിലുള്ള പല രുചിയിലുള്ളതുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മിഠായിയാണ് പിന്നെ പറയാനുള്ളത്. ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ കൊതിച്ചിരുന്നു. ഇപ്പോൾ ഒരുപാട് മിഠായി കാണുമ്പോൾ ഒരു കൗതുകമാണ് നോക്കി നിൽക്കുക. പിന്നീട് അടുത്തതായിട്ട് ഫാൻസി ഐറ്റമാണ് ഉണ്ടായിരുന്നത്. കമ്മലായും മാലയായും പലതരം ഐറ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ലേഡീസിൻ്റെ ഐറ്റം ആയതുകൊണ്ട് മക്കളൊന്നും ആ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്പ്ലേ ചെയ്ത് കാണുമ്പോഴും മറ്റുള്ളവർ അത് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത്. പിന്നീട് മക്കളുടെ പ്രിയപ്പെട്ട ഫേവറേറ്റ് ഐറ്റമായ ഒരു ഐസ്ക്രീമാണ് വന്നത്. 2 പേർക്കും എവിടെ പോയാലും ഐസ്ക്രീം കണ്ടാലൊന്ന് കഴിക്കണം. അങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ 2 ഐസ്ക്രീം അവിടെ വാങ്ങി. കസേരയൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ദേവദത്ത് അമ്മയ്ക്ക് ഐസ്ക്രീം ഒരു സിപ്പ് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. അവന് വിഷമം തോന്നണ്ടെന്ന് കരുതി ഞാനൊരു സിപ്പ് കഴിച്ചു. അവിടുന്ന് നമ്മൾ പുറത്തേക്കാണ് വന്നത്. ആളുകളിങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയും ഞായറായ ദിവസമായതുകൊണ്ട് ആളുകൾ കൂടുതലായിരുന്നു. പിന്നീട് നമ്മൾ പുറത്ത് വന്നപ്പോൾ പള്ളിയുടെ മുന്നിൽ തന്നെ ഒരു MRA ബേക്കറി ഉണ്ടായിരുന്നു. മക്കൾ അവിടുന്ന് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. ഓർഡർ ചെയ്തപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പൊറോട്ടയും പെപ്പർ ചിക്കനുമാണ് ഓർഡർ ചെയ്തിരുന്നത്. സൂര്യദത്ത് മകന് വേണ്ടിയിട്ട് കറി സെർവ് ചെയ്ത് കൊടുത്തു. അത് ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് അവൻ്റെ കൈയൊന്ന് പൊള്ളി. അത് കണ്ടപ്പോൾ ആദ്യം എനിക്ക് ചിരി വന്നു, പിന്നീട് വിഷമവും തോന്നി. അങ്ങനെ പൊറോട്ടയൊക്കെ കഴിച്ചു. ഞാനൊരു ചായ ഓർഡർ ചെയ്തു. അങ്ങനെ ചായയും പൊറോട്ടയും ഒക്കെ മക്കൾ കഴിച്ചു. പിന്നീട് നമ്മൾ പുറത്തേക്ക് വന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി ഞാൻ പിന്നീട് വരും.